ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ചെറിയ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്, കുറച്ച് എള്ള് കഴുകിയതിട്ടിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടുന്നത്, അത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അവരൊരു ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതലിടാം. ഇച്ചിരി ഉപ്പിട്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടുന്ന മുട്ടയാണ്. നമുക്ക് കുറച്ച് മാവേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊരു ബാറ്റർ ആവുന്നിടം വരെ നമ്മളെടുക്കാം. ഒന്നിച്ചൊഴിച്ച് കൊടുക്കരുത്. നമ്മൾ നന്നായിട്ട് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ബാറ്റർ തയ്യാറാക്കുമ്പോൾ നന്നായിട്ടത് അടിച്ചെടുക്കണം. അപ്പോഴാണ് അതിന് മയം ഉണ്ടാകുന്നത്. ഏത് സാധനമായാലും നമ്മൾ കുറച്ച് നേരം പെർമനൻറ്റ് ചെയ്യാൻ വെക്കണം. കണ്ടില്ലേ, ഇതിന് ഒരു 10 മിനിറ്റ് നമുക്ക് പെർമനൻറ്റ് ചെയ്യാം. അച്ചിനകത്ത് മുക്കുമ്പോൾ നന്നായിട്ട് കട്ടിക്ക് കിട്ടണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ കട്ടി കുറയും. ഇത് ആവശ്യത്തിനുള്ളതാണ്. ഇനി നമുക്ക് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ മാവെല്ലാം പെർമനൻ്റ് ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കലക്കി നോക്കാം. ഒന്നുകൂടെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ലപോലെ മയമായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അച്ച് വൃത്തിയായിട്ട് കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇത് തവയുടെ ഇതാണ്, നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ്. ഇരുമ്പിൻ്റെ അച്ചാണെങ്കിൽ നമ്മൾ കുറേ നേരം വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാവ് ഇച്ചിരി ഒന്ന് ഒഴിച്ച് നോക്കണം. നല്ല തിളയ വരുമ്പോൾ വെളിച്ചെണ്ണ ചൂടായി ഒന്നൊന്ന് നോക്കാം. ഇച്ചിരി മാവ് ഒഴിച്ച് കൊടുത്ത് നോക്കാം. ഒരുപാട് വേണ്ട. പുള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വെളിച്ചെണ്ണയുടെ പരുവം. എപ്പോൾ എടുക്കുമ്പോഴും നമ്മൾ മാവ് ഇളക്കി എടുക്കണം. നമുക്കിനി ഇത് ഒരുപാട് നിറച്ച് മുക്കരുത്, ഇളകി വരാൻ പാടായിരിക്കും. നമുക്കിത് മൂത്തിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേന് അടുത്തത് നമുക്ക് കോരി ഒഴിക്കാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഇതെടുക്കുന്നത്. എനിക്കത്ര സോഫ്റ്റായിട്ട് തോന്നുന്നില്ല. ഞാൻ ഇരുമ്പിൻ്റെ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ. എളുപ്പം ഇളകിയൊക്കെ വരുമായിരുന്നു. ഇത് ഇച്ചിരി പാടുണ്ട്. ഇനി ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ല. മറ്റേ ഒന്നിങ്ങനെ കറക്കുമ്പോഴത്തേന് ഇളകി പോകുന്നതാണ്. ഓരോ പ്രാവശ്യം മുക്കുമ്പോഴും നമ്മൾ മാവ് കലക്കി തന്നെ എടുക്കണം. ഇതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ കുഴിയുണ്ട്, അവിടെയാണ് ഇളകാൻ വലിയ പാട്. അല്ലാതെ കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ അച്ചപ്പ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഹെൽത്തിയാണ്. നമ്മൾ അരിപ്പൊടി ആണല്ലോ എടുക്കുന്നത്.
പിന്നെ പേരിന് മാത്രമേ ഇത്തിരി മൈദമാവ് ചേർക്കുന്നുള്ളൂ. മൈദമാവ് എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആവും, അരിപ്പൊടിക്കാകുമ്പോൾ ഇച്ചിരി കൂടെ ഹാർഡാവും. അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.